ഞങ്ങൾ മൂന്നാറിലേക്കാണ് യാത്ര പോകുന്നത്. തേയിലത്തോട്ടങ്ങളും ഗ്രാമഭംഗികളും വ്യൂ പോയിന്റ്സും കോടമഞ്ഞും വട്ടവടയും ഒക്കെയുള്ള മൂന്നാറിന്റെ കാഴ്ചകളിലേക്ക് പോകാം. പത്തനംതിട്ട ജില്ലയിൽ നിന്നുമാണ് മൂന്നാറിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. ഏകദേശം ഒരു 5 മണിക്കൂർ യാത്രയുണ്ട് പത്തനംതിട്ടയിൽ നിന്നും മൂന്നാറിലേക്ക്. റാന്നി എരുമേലി വഴിയാണ് ഞങ്ങൾ പോകുന്നത്. പോകുന്ന വഴിയൊക്കെ നല്ല ഇളം വെയിലിൽ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പോകുന്ന വഴിയൊക്കെ മരങ്ങളും മുളങ്കാടുകളും അടുക്കി നിൽക്കുന്നത് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളായിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ റോഡിന്റെ ഇരുവശത്തും നിറഞ്ഞു നിൽക്കുന്ന റബ്ബർ തോട്ടങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വന്നെത്തിയിരിക്കുന്നത് മുണ്ടക്കയത്താണ്. കോട്ടയം ജില്ലയിലെ കിഴക്കേ അതിർത്തിയിലുള്ള ഒരു പട്ടണമാണ് മുണ്ടക്കയം. ഹൈറേഞ്ചിന്റെ കവാടം എന്നാണ് മുണ്ടക്കയം അറിയപ്പെടുന്നത്. റബ്ബറും കുരുമുളകും കൊക്കോയുമാണ് ഇവിടുത്തെ പ്രധാന കാർഷിക വിഭവങ്ങൾ. അങ്ങനെ മുണ്ടക്കയം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മലനിരകൾക്കിടയിൽ മഞ്ഞ് മൂടി നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ നമുക്ക് സാധിക്കും. യാത്ര മുന്നോട്ട് പോകുമ്പോൾ റോഡിന്റെ സൈഡിലായി ചക്കയും പൈനാപ്പിളും ഒക്കെ വിൽക്കാനായി വെച്ചേക്കുന്നത് കാണാം. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് പെരുവന്താനം ഭാഗത്താണ്. ശരിക്കും പറഞ്ഞാൽ നീലാകാശത്തിന്റെ ഇടയ്ക്കായി പച്ചപ്പ് നിറഞ്ഞ മലനിരകളും കോടമഞ്ഞും. മുന്നോട്ട് പോകുന്തോറും നമുക്ക് കാണാനുള്ള കാഴ്ചകൾ കൂടി കൂടി വരികയാണ്. കാർമേഘം ഒക്കെ മൂടി ഒരു വശത്തായി മലനിരകൾ ഇരുണ്ട് പച്ചിച്ചു നിൽക്കുന്നതായി കാണാം. ശേഷം ഞങ്ങളിപ്പോൾ പാഞ്ചാലിമേട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. സമയം ഇപ്പോൾ രാവിലെ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു കുന്നിൻ പ്രദേശമാണ് പാഞ്ചാലിമേട്. നമ്മൾ ഈ കാണുന്നതാണ് പാഞ്ചാലിമേടിന്റെ എൻട്രൻസ്.
പാഞ്ചാലിമേടിന്റെ അകത്തേക്ക് പ്രവേശിക്കാനായി പാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് 15 രൂപയും മുതിർന്നവർക്ക് 25 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. ക്യാമറ അകത്ത് കയറ്റുന്നതിനായി 60 രൂപ ടിക്കറ്റ് ചാർജും വെഡിംഗ് ആൽബം ഷൂട്ട് ചെയ്യുന്നതിന് 1000 രൂപയും ഹെലിക്യാമിന് 750 രൂപയും ബാക്കിയുള്ള ഷൂട്ടിങ്ങിന് 3000 അതിൽ കൂടുതലുമാണ് റേറ്റ് വരുന്നത്. പാഞ്ചാലിമേട്ടിൽ കാണുന്ന ക്രിസ്ത്യൻ കുരിശുകളും ഒരു ഹിന്ദു ക്ഷേത്രവും സഞ്ചാരികളെ ആകർഷിക്കുന്നു. പ്രവർത്തന സമയം രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6:30 വരെയാണ്. പാഞ്ചാലിമേടിന് ഒരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യമനുസരിച്ച് പുരാണ നായകന്മാരായ പാണ്ഡവരും അവരുടെ ഭാര്യ പാഞ്ചാലിയും വനവാസകാലത്ത് പാഞ്ചാലിമേടിൽ അഭയം തേടിയതിനാൽ കുന്ന് എന്നർത്ഥം വരുന്ന പാഞ്ചാലിമേട് എന്ന പേര് ലഭിച്ചു. പാഞ്ചാലിമേട്ടിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. മൂന്നാറിലേക്കുള്ള യാത്രാവേളയിൽ ഒട്ടുമിക്ക സഞ്ചാരികളും വിശ്രമത്തിനായി തിരഞ്ഞെടുക്കുന്ന പ്രധാന സ്ഥലമാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. ഏതൊരു സഞ്ചാരിക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാഴ്ചയാണിത്. ദീർഘദൂര യാത്രാവേളകളിൽ അല്പസമയം വിശ്രമിക്കുവാനും ഒപ്പം അടുത്തായി ലഘുഭക്ഷണശാലകളും ഇവിടെയുണ്ട്. സെപ്റ്റംബർ മുതൽ ജനുവരി വരെയാണ് വെള്ളച്ചാട്ടം കാണാൻ അനുയോജ്യമായ സമയം. ഹൈവേയോട് ചേർന്നാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പുൽമേടുകളും ശോലക്കാടുകളും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിന്റെ പ്രകൃതി ഭംഗി ഒരുക്കുന്നത്. മൂന്നാറുകളായ മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവയുടെ സംഗമ സ്ഥാനമാണ് മൂന്നാർ. മൂന്നാർ പോകുന്ന വഴി നേര്യമംഗലം ഡൈവേർഷൻ ഡാം നമുക്ക് കാണാൻ സാധിക്കും. സെങ്കുളം, പന്നിയാർ പവർ സ്റ്റേഷനുകളുടെ ടെയിൽവേസ് സംഗമ സ്ഥാനങ്ങളുടെ താഴെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഉച്ചയോട് അടുക്കാറായിട്ടുണ്ട്. ആനച്ചാലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. റോഡിലൊക്കെ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ആനച്ചാലിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം മൂന്നാറിലെ ഫോട്ടോ പോയിന്റിലേക്കാണ് അടുത്തതായി ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. ഇനി ഏകദേശം 11 കിലോമീറ്റർ ഉണ്ട് മൂന്നാർ ടൗണിലേക്ക് ഇവിടെ നിന്ന്. ഇപ്പോൾ ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത് മൂന്നാറിലെ ഫോട്ടോ പോയിന്റ് വ്യൂവിലാണ്. തേയിലത്തോട്ടങ്ങളുടെയും സിൽവർ ഓക്ക് മരങ്ങളുടെയും അരുവികളുടെയും മനോഹരമായ ഒരു കാഴ്ചയാണ് മൂന്നാറിലെ ഈ ഫോട്ടോ പോയിന്റ് വ്യൂ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1600 മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. സാധാരണ നിലയിൽ 9 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ് അവിടുത്തെ താപനില. ഓഗസ്റ്റ് തൊട്ട് മാർച്ച് വരെയുള്ള കാലയളവിലാണ് വിനോദസഞ്ചാരികൾ കൂടുതൽ മൂന്നാറിലേക്ക് എത്തുന്നത്. തെക്കിന്റെ കാശ്മീർ എന്ന അപരനാമത്തിൽ മൂന്നാർ പ്രസിദ്ധമാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു തോട്ടം തൊഴിലാളിയുടെ യഥാർത്ഥ രൂപത്തിൽ വസ്ത്രം ധരിച്ച് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. ഫോട്ടോ പോയിന്റിലെ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ മൂന്നാർ ടൗണിലേക്ക് യാത്ര തിരിക്കുകയാണ്.
ഇപ്പോൾ സമയം വൈകിട്ട് 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല തണുപ്പും കോടയും ഇറങ്ങിയിട്ടുണ്ട്. വെളിച്ചം മറഞ്ഞു തുടങ്ങി. ഇനി മൂന്നാർ ടൗണിൽ എത്തിയതിനു ശേഷം ഇന്ന് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ നോക്കി അവിടെ തങ്ങിയതിനു ശേഷം നാളെ മൂന്നാറിന്റെ ഏറ്റവും സുന്ദരമായ വട്ടവടയുടെ ദൃശ്യഭംഗിയും കാണാ കാഴ്ചകളും ആസ്വദിക്കാനായി നാളത്തെ ദിവസത്തിനായി കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്.